നമുക്കൊന്ന് കല്യാണം കഴിച്ചാലോ? വരട്ടെ. ഈ കല്യാണം കഴിക്കുന്നതിന് ജാതി, മതം, പ്രായം, കുലം, മഹിമ ഇതൊക്കെ അടിസ്ഥാനമാണോ? എന്നാൽ വിവാഹത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിനോ ഇതൊന്നും ഒരു മാനദണ്ഡമല്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആരെയാണോ കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ വിവാഹത്തിനായി തയ്യാറായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയാണോ, അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, അവരുടെ തീരുമാനങ്ങൾക്ക് സ്ഥിരതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വസ്തുത. നമ്മൾ ഏതൊരു വ്യക്തിയെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. തീരുമാനങ്ങൾക്ക് വ്യക്തതയുള്ള, പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയുള്ള, സ്ഥിരതയുള്ള ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ചേർക്കേണ്ടത്. അതിനുമപ്പുറത്തേക്ക് നിങ്ങളായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ആരെങ്കിലും ഇനി ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചു കഴിഞ്ഞാൽ അയ്യോ മൂടുപോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകാത്ത, നിങ്ങളുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ വേണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ. അതോടൊപ്പം ഒരു കാര്യം കൂടി, നമ്മളൊക്കെ തന്നെ ഈ സംസാരിക്കുന്നതിനും പറയുന്നതിനും അല്ലെങ്കിൽ പ്രപഞ്ചത്തെ കാണുന്നതിനും ഒക്കെ കാരണമായിട്ടുള്ള വ്യക്തികളാണ് നമ്മുടെ രക്ഷകർത്താക്കൾ, അല്ലെ? അപ്പോൾ അത്യാവശ്യം അവർക്കൊന്നും നൽകിയില്ലെങ്കിൽ പോലും അവരെ മാനിക്കുന്ന, സ്വന്തം അച്ഛനും അമ്മയും പോലെ കണ്ടില്ലെങ്കിലും അവരെ പരിഗണിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ പരിഗണിക്കേണ്ട വസ്തുതയിൽ മറ്റൊരു കാര്യം. പലപ്പോഴും ഈ മാരേജ് എല്ലാം തന്നെ ഫ്ലോപ്പായി പോകാനുള്ള ഒരു കാരണം നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഭയങ്കര ധൃതിയിലെടുക്കുന്ന പല തീരുമാനങ്ങൾ കൊണ്ടുമാണ് നമ്മുടെ എല്ലാം ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ എപ്പോഴും വിവാഹം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പൊതുചിന്ത ഒരു പർട്ടിക്കുലർ പ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ച് തന്റെ ബാധ്യതകളെല്ലാം തന്നെ തീർത്ത് വെക്കുക, സ്വസ്ഥമാവുക എന്നുള്ളതായിരിക്കാം പൊതുവെ രക്ഷകർത്താക്കൾ ചിന്തിക്കുന്നത്. പക്ഷെ അതിനുമപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വല്ലാതെ ധൃതിപ്പെട്ട് നമ്മൾ കണ്ടെത്തുന്ന വ്യക്തി ഒരു പക്ഷേ തെറ്റായ വ്യക്തിയിലേക്കായിരിക്കും ഒരു പക്ഷേ നമ്മൾ എത്തിച്ചേരുക. വിവാഹപ്രായമായി എന്നൊരു പ്രായമൊന്നുമില്ല. നമുക്ക് ആ വിവാഹപ്രായം എത്തുന്നത് എപ്പോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ സ്ഥിരതയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പക്വത എപ്പം വരുമോ അന്നേരം മാത്രം നമ്മൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുക. ഒപ്പം തന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ കാലയളവൊന്നുമില്ല. ഒരു പക്ഷേ നിങ്ങൾ പതിയെ, ഈ ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വന്നിടുമെന്ന് പറഞ്ഞ പോലെ കുറച്ച് സമയമെടുത്താണെങ്കിലും നമ്മൾ കണ്ടെത്തുന്ന വ്യക്തി ഒരു പക്ഷേ ഏറ്റവും മനോഹരമായ ഒരു വ്യക്തിയെ തന്നെയായിരിക്കും. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു ജെൻഡർ ഡിഫറൻസും ഇല്ലാതെയാണ് കേട്ടോ. ആൺകുട്ടികൾക്ക് മാത്രം ബാധകം, പെൺകുട്ടികൾക്ക് മാത്രം ബാധകം എന്നൊന്നുമില്ല. രണ്ടുപേരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, നമുക്കും ഒട്ടും ഭയമില്ലാതെ ഏത് കാര്യം തുറന്നു പറയാൻ പറ്റിയ, ആമുഖം ഒന്നും കൊടുക്കാതെ തന്നെ നമ്മുടെ മുഖത്ത് നിന്ന് നമുക്കുള്ള ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റിയ, ഏത് കാര്യത്തെയും വളരെ ലൈറ്റായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി തീർച്ചയായും സാധിക്കും. വിവാഹത്തിന് ധൃതിയല്ല ആവശ്യം, പക്വതയാർന്ന തീരുമാനങ്ങളാണ്. അത് സമയമെടുത്ത് വളരെയധികം ആലോചിച്ച് മാത്രം നടപ്പിലാക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ്. മറ്റൊരു മനോഹരമായ കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.